ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ഡിഷാണ് ഉണ്ടാക്കാൻ പോണത്, മീൻചോറ് കൂട്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണൂ, സ്കിപ്പ് ചെയ്യാതെ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിൽ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. അതിലേക്ക് മീൻ ഞാൻ വറുക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിനധികം കഷ്ണം മീനാണ് ബെസ്റ്റ് കേട്ടോ. എന്താ വെച്ചാൽ വല്ലാതെ ചെറിയ മീനുകളാവുമ്പോൾ മുള്ളുകളൊക്കെ ഇടയിൽ വരാനും ഒക്കെ അതൊക്കെ ബുദ്ധിമുട്ടാവും. ചെറിയ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ കഷ്ണം മീനാണെച്ചാൽ നമ്മൾ ഇതിന്ന് മുള്ളു മാറ്റിയിട്ട് ഈ കഷ്ണം വേർതിരിക്കുന്നുണ്ട്, അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യം തന്നെ നമുക്ക് വറുത്തെടുക്കാം. അപ്പം മീനിലേക്ക് നമ്മൾ സാധാ മസാല തന്നെയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ചെറുനാരങ്ങ നീര് ഇത്രയും തേച്ച് വെച്ചിട്ട് നമ്മൾ സാധാരണത്തെ പോലെ മീൻ വറുത്തെടുത്തു. അതിന് ശേഷം ഇതിലത്തെ മുള്ളൊക്കെ മാറ്റിയിട്ട് നമ്മളൊരു മീഡിയം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്, വല്ലാതെ പൊടിഞ്ഞു പോവാത്ത, ഇളക്കുമ്പോൾ വല്ലാതെ പൊടിഞ്ഞു പോവാത്ത വിധത്തിൽ അത്ര ചെറിയ കഷ്ണങ്ങളാക്കിയാൽ മതി. വല്ലാതെ ചെറുതും ആവണ്ട, വല്ലാതെ വലുതും ആക്കണ്ട. അങ്ങനെ ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു 2-3 മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കഷ്ണം വേർതിരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ബസ്മതി റൈസ് കുറച്ച് ഉപ്പും എണ്ണയും ഒഴിച്ചിട്ട് സാധാരണത്തെ പോലെ നമ്മൾ കുക്കറിലിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി അത് ആറാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബസ്മതി റൈസോ നമ്മൾ സാധാരണ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ചോറോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിന് ശേഷം നമ്മളിപ്പോൾ വറക്കാൻ ഉപയോഗിച്ച എണ്ണയിൽ നിന്ന് കുറച്ച് മാത്രം എടുത്തിട്ട്, ഫുൾ എണ്ണ ഒഴിക്കണമെന്നില്ല, കുറച്ച് മാത്രം എണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ആദ്യം ഇട്ടത്. പിന്നെ അതിലേക്ക് ഒരു സവാള, ഒരു പച്ചമുളക് കീറിയത്, കറിവേപ്പില അതും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ് കേട്ടോ. മീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ചോറിന് വേറെ കറികളൊന്നും വേണ്ട, ഈ മസാല ചേർത്തിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ വേറെ ഒഴിച്ചുകറിയുടെ ഒന്നും ആവശ്യമില്ല. അതിലേക്ക് ഇത് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ എരിവുള്ള മുളക് പൊടി ഞാൻ 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഓൾറെഡി മീനിലത്തെ മസാലയുടെ എണ്ണയിലുള്ള ഒരു മുളക് ഉണ്ടാവും, എന്നാലും കുറച്ച് സ്പൈസി ആയിട്ടിരിക്കണമല്ലോ. പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി. ഈ 3 മസാലപ്പൊടികളും ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം പോയിട്ട് ഇതൊന്ന് നന്നായി മൊരിഞ്ഞ് വരും. അതിന് ശേഷം ഈ ഒരു മസാലയ്ക്ക് വേണ്ട ഉപ്പ് തന്നെ ഇട്ടിട്ടുള്ളൂ. ബാക്കി നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങളിലും പിന്നെ ഞാൻ ചോറിലും ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മസാലയ്ക്ക് വേണ്ട കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ കഷ്ണാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ മീനും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. നന്നായി കുത്തി ഇളക്കരുത്, അപ്പോൾ പൊടിഞ്ഞു പോകും നമ്മുടെ മീൻ. അപ്പോൾ ഒന്ന് മെല്ലെ സാവകാശം ഒന്ന് ഇളക്കി നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ പുതിനയും ചേർക്കാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം പോലെ അതേത് വേണിച്ചാൽ ഇടാം. അപ്പോൾ മല്ലിയില കുറച്ച് നന്നായി ചേർക്കുന്നുണ്ട്. മല്ലിയില ഇട്ടതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ വേവിച്ച് ഇരിക്കുന്നുണ്ടല്ലോ ആ ബസ്മതി റൈസ്, നമ്മുടെ ബസ്മതിയാണ്, നിങ്ങൾ സാധാ ചോറാണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുഴഞ്ഞു പോവാത്ത രീതിയിൽ നന്നായി ഉലർന്ന് കിട്ടുന്ന രീതിയിലാവണം ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. ഉണ്ടാക്കാൻ എളുപ്പമാണ് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയതിന് ശേഷം കമൻറ്റിൽ പറയൂ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. നെക്സ്റ്റ് ടൈം ഇങ്ങനത്തെ മീൻ വാങ്ങുമ്പോൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക കേട്ടോ. അപ്പോൾ ഇത് നന്നായി മിക്സ് ആയതിന് ശേഷം ഞാൻ വീണ്ടും കുറേ മല്ലിയിലൊക്കെ ചേർക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇത് നല്ലൊരു ലഞ്ച് ബോക്സിലേക്ക്, ഓഫീസിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു നല്ലൊരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് പറയൂ. അപ്പം ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.